ഈ കഴിഞ്ഞ ബിഗ് ബോസ് മത്സരത്തിൽ അതിലെ 2 കണ്ടസ്റ്റൻസ് തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സിജോ എന്ന കണ്ടസ്റ്റന്റിന്റെ താടിയെല്ലിലേക്ക് ഇടിച്ചത് വഴി താടിയെല്ല് ഫ്രാക്ചർ ആവുകയും ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുമുണ്ടായിരുന്നു. സിജോ എന്ന വ്യക്തിക്ക് ചികിത്സയുടെ ഭാഗമായി പ്ലേറ്റുകളും വയറുകളുമൊക്കെ വായിലിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഇനിയും സർജറി വേണമെന്നും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൻ്റെ എക്സ്റേ വെളിപ്പെടുത്തി വിശദമാക്കിയിരുന്നു. ശരിക്കും ആ എക്സ്റേയിൽ എന്താണുള്ളത്, ഇനിയും സർജറി എന്തിനാണ് എന്നും എന്താണ് അദ്ദേഹത്തിന് ചെയ്ത ചികിത്സ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. ദന്ത ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കും വാർത്തകൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താഴത്തെ താടിയെല്ലിൻ്റെ പല ഭാഗങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് പൊട്ടലുണ്ടാകാം. താഴത്തെ താടിയെല്ലിനെ മാൻഡിബിൾ എന്നാണ് പറയുന്നത്. മുഖത്തെ എല്ലുകളിൽ വെച്ച് മുന്നിലേക്കുള്ള തള്ളൽ കാരണം ഈ മാൻഡിബിളാണ് ഫ്രാക്ചർ കൂടുതലായും സംഭവിക്കാറുള്ളത്. ഈ മാൻഡിബിളിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചവയ്ക്കുവാനും ചവയ്ക്കാൻ ആവശ്യമായ എല്ലാ മസിലുകളും ഈ മാൻഡിബിളിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മാൻഡിബിളിൻ്റെ പല ഭാഗങ്ങളാണ് സിംഫൈസിസ്, പാരാസിംഫൈസിസ്, ബോഡി, ആംഗിൾ, റാമസ്, കോണ്ടൈലാർ പ്രോസസ്, കൊറനോയിഡ് പ്രോസസ് ഇവയൊക്കെ. ഈ മാൻഡിബിളിലെ പല്ലുകളിരിക്കുന്ന ഭാഗത്തെ എല്ലുകളെയാണ് ആൽവിയോളാർ ബോൺ എന്ന് പറയുന്നത്. പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ ഈ എല്ലുകൾക്ക് റിസോപ്ഷൻ സംഭവിക്കുകയും അതായത് ചുരുങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇനി ഈ മാൻഡിബിളിലേക്ക് പോകുന്ന ഞരമ്പുകളും രക്തക്കുഴലുകളുമെല്ലാം തന്നെയുണ്ട്. ഒരു ട്രോമ അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായ പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാൻഡിബിളിൻ്റെ ഏത് ഭാഗത്താണോ ഫ്രാക്ചർ ഉണ്ടായിട്ടുള്ളത് അത് ബേസ് ചെയ്താണ് ഫ്രാക്ചറിനെ തരംതിരിക്കുന്നത്. ഇവിടെ സിജോ എന്ന വ്യക്തിക്ക് ആംഗിൾ ഫ്രാക്ചറാണ് ഉണ്ടായത് എന്ന് എക്സ്റേ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ സിജോ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു നോക്കാം. എക്സ്റേ എടുത്ത സമയത്ത് എൻ്റെ ഈ പല്ലിൻ്റെ, അതായത് നമ്മുടെ ഏറ്റവും അറ്റത്ത് അണപ്പല്ലിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞു പല്ലുണ്ട്, ഒരു ബേബി ടീത്ത് പോലൊരു കുഞ്ഞു സാധനമുണ്ട്. അപ്പോൾ ആ പല്ലിനോട് ചേർന്നിട്ട് പ്ലേറ്റ് അതിൻ്റെ താഴത്തേക്കാണ്. അപ്പോൾ ആ പല്ലിനകത്തേക്ക് ഇതേപോലെ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ ഇപ്പം എക്സ്റേ കാണാൻ പറ്റും. ഇങ്ങനെ ഇറക്കിയിട്ടാണ് നമുക്ക് ആ പ്ലേറ്റ് ഇട്ടിരിക്കുന്നത്. അണപ്പല്ലിൻ്റെ അപ്പുറത്തായി ഒരു കുഞ്ഞു പല്ലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഏതാണ് എന്ന് പരിശോധിക്കാം. ഇവിടെ കുഞ്ഞ് ബേബി പല്ല് എന്ന് പറയുന്നത് മിക്കവാറും 2 അണപ്പല്ലുകൾക്ക് പുറകിൽ വരുന്ന 3ാമത്തെ അണപ്പല്ലായ വിസ്ഡം ടൂത്ത് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ എന്തുകൊണ്ട് ബേബി ടൂത്ത് എന്ന് പറയുന്നു? വിസ്ഡം ടൂത്ത് ബാക്കിയുള്ള എല്ലാ പല്ലുകൾ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറപ്റ്റ് ചെയ്ത് വരുന്ന പല്ലായതിനാൽ അതിന് പ്രോപ്പറായി പുറത്തേക്ക് വരാൻ സ്ഥലമുണ്ടാകില്ല. ചിലർക്ക് മാത്രമായിരിക്കും മുഴുവനായും പുറത്തേക്ക് വരുന്നത്. മറ്റു ചിലർക്ക് പാർഷ്യലി ഇറപ്റ്റഡും, ചിലർക്ക് ആ പല്ലിൻ്റെ കുറച്ച് ഭാഗം പോലും വെളിയിൽ വരാതെ എല്ലിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഈ പാർഷ്യലി ഇറപ്റ്റഡ് ആയിട്ടുള്ള കേസുകളിൽ പല്ലിൻ്റെ കുറച്ച് പോർഷൻ മാത്രം പുറത്തേക്ക് കാണുന്നത് കൊണ്ട് ചെറിയ ഒരു പല്ലായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇത് വിസ്ഡം ടൂത്ത് തന്നെയാണ്. ഇനി ഒരു ബോൺ ഫ്രാക്ചറായി 2 സെഗ്മെൻ്റ് ആകുമ്പോൾ ആ സെഗ്മെൻറ്റിന് അങ്ങനെ തന്നെ നിൽക്കാനാകില്ല. കാരണം ആ ബോണിനോടനുബന്ധിച്ച് അനേകം മസിലുകൾ ഉണ്ടാകും. ഇവ വലിക്കുന്നത് കാരണം ആ പൊട്ടിയ എല്ലുകൾക്ക് പിന്നെയും അകൽച്ച സംഭവിക്കും. അത് നമ്മൾ ആ പൊട്ടിയ എല്ലിൻ്റെ ഭാഗം അനക്കിയാലും ഇല്ലെങ്കിലും. അതിനാൽ ഫ്രാക്ചർ ചികിത്സിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷനാണ്. അതായത് മുറിഞ്ഞുപോയ 2 ഭാഗങ്ങൾ ഒന്നിപ്പിക്കുക. അതിനുശേഷം അവ ഫിക്സ് ചെയ്തുറപ്പിക്കുന്ന സ്റ്റെപ്പാണ് ഫിക്സേഷൻ. അത് കഴിഞ്ഞ് ഇവയെ മൂവ് ചെയ്യിപ്പിക്കാതെ വയ്ക്കുന്നതിനുള്ള സ്റ്റെപ്പാണ് ഇമ്മൊബിലൈസേഷൻ എന്നത്. ഇനി ആദ്യം പറഞ്ഞ റിഡക്ഷൻ, അതായത് 2 ഭാഗങ്ങൾ ഒന്നിപ്പിക്കുന്നത് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, ഫ്രാക്ചറായ 2 സെഗ്മെൻറ്റുകൾ തമ്മിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് വേർപെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഫേവറബിൾ അല്ലാത്ത ഫ്രാക്ചർ ഒന്നിപ്പിക്കണമെങ്കിൽ ഫ്രാക്ചറായ ഭാഗത്ത് ഇൻസിഷൻ നൽകി തുറന്ന് ട്രീറ്റ് ചെയ്യുന്നതാണ് ഓപ്പൺ റിഡക്ഷൻ. അല്ലാത്ത കേസുകളിൽ ക്ലോസ്ഡ് റിഡക്ഷനാണ് ചെയ്യുന്നത്. അതായത് ഫ്രാക്ചറായ ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ, ഉദാഹരണത്തിന് താടിയെല്ലുകൾക്കുണ്ടായ ഫ്രാക്ചർ ഒന്നിപ്പിക്കാൻ വായുടെ ഉള്ളിൽ നിന്ന് ഇൻസിഷൻ കൊടുത്ത് കീറാതെ പുറമേ തന്നെ ചികിത്സിക്കുന്ന രീതിയാണ് ഈ ക്ലോസ്ഡ് റിഡക്ഷൻ. പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ പല്ലുകൾ മുളച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇത്തരത്തിലുള്ള സർജറികൾ എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന പല്ലിൻ്റെ ബഡ്ഡുകളെ ബാധിച്ച് പല്ലുകൾ വരുന്നത് തടസ്സപ്പെടുന്നതിനാലും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ക്ലോസ്
ഫോഴ്സ്ഡ് റിഡക്ഷൻ വഴിയാണ് ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ 2 ഫ്രാക്ചറായ ഭാഗങ്ങൾ ചേർത്ത് വയ്ക്കുന്ന റിഡക്ഷൻ കഴിഞ്ഞാൽ ഇവ ഫിക്സ് ചെയ്യുന്ന ഫിക്സേഷൻ പല രീതിയിൽ ചെയ്യാൻ കഴിയും. പല്ലുകളുടെയോ മറ്റ് ഏതെങ്കിലും സ്ട്രക്ചേഴ്സിൻ്റെ സഹായത്തോടെ ഇവയെ ഉറപ്പിച്ചു വെക്കുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് ഫിക്സേഷൻ. ഇതിനായി ഡെന്റൽ വയറിംഗ്, ആർച്ച് ബാർ, ഗണ്ണിംഗ് സ്പ്ലിൻസ്, ഇന്റർമാക്സിലറി സ്ക്രൂസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മറ്റൊന്നിൻ്റെയും സപ്പോർട്ട് എടുക്കാതെ ഫ്രാക്ചറായ ഭാഗം തുറന്ന് പ്ലേറ്റുകളും സ്ട്രൂകളുമൊക്കെ ഇടുന്ന രീതിയാണ് ഡയറക്റ്റ് ഫിക്സേഷൻ. ഇനി ഇവിടെ സിജോയ്ക്കുണ്ടായ താടിയലിൻ്റെ ആംഗിൾ ഫ്രാക്ചറിൻ്റെ ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. താടിയലിൽ തന്നെ ആംഗിളിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറുകൾ കുറച്ച് ചാലഞ്ചിങ് ആണ്. കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനിടയുള്ളതിൻ്റെ റേറ്റ് കൂടുതലാണ്. മാത്രവുമല്ല ഒരു കൃത്യമായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പറയാൻ സാധിക്കുകയുമില്ല. സാധാരണ സർജറി ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് ആർച്ച് ബാർ പോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് മുകളിലെയും താഴത്തെയും പല്ലുകളുടെ ബൈറ്റ് ശരിയാക്കി ഫിക്സ് ചെയ്ത് സർജറി വഴി മിനി പ്ലേറ്റുകൾ ഫ്രാക്ചറായ ഭാഗത്ത് ഇട്ട് ക്ലോസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കുക, ഈ പറയുന്ന മിനി പ്ലേറ്റ് മാൻഡിബിളിൽ എവിടെ വേണമെങ്കിലും ഇടാൻ കഴിയുകയില്ല. ഈ മിനി പ്ലേറ്റ് ഇട്ട് സ്ക്രൂ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മസിൽ പുൾ വന്നാലും ഈ ഫ്രാക്ചർ ഫ്രാഗ്മെൻറ്റ്സിന് നീങ്ങിപ്പോകാൻ കഴിയുകയില്ല. അതായത് ഈ മിനി പ്ലേറ്റ്സ് ലോഡ് ഷെയർ ചെയ്ത് സ്റ്റെബിലിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് എല്ലുകളുമായി ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓസ്റ്റിയോ ഇൻ്റഗ്രേഷൻ. ഈ ഓസ്റ്റിയോ ഇൻ്റഗ്രേഷൻ നടക്കണമെങ്കിൽ കട്ടിയുള്ള എല്ലുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആദ്യം തന്നെ ഒരു കെനൈനിൽ നിന്ന് മറ്റ് അടുത്ത സൈഡിലെ കെനൈൻ വരെയുള്ള ദൂരത്തിനിടയിലുള്ള എല്ല് വളരെ കട്ടിയുള്ളതാണ്. അവിടെ പ്ലേറ്റ് വയ്ക്കാവുന്നതാണ്. കൂടാതെ അണപ്പല്ലിന് പുറകിലുള്ള എക്സ്റ്റേണൽ ഒബ്ലിക് റിഡ്ജും പ്ലേറ്റ് ഉപയോഗിക്കാം. ഇനി ഈ പ്ലേറ്റുകൾ സേഫായി എവിടെ വയ്ക്കാമെന്ന് നോക്കാം. ഒന്ന്, പല്ലുകളിരിക്കുന്ന ഭാഗത്ത് ഒരിക്കലും സ്ക്രൂ പ്ലേസ് ചെയ്യാൻ കഴിയുകയില്ല. മറ്റൊന്ന് ഇൻഫീരിയർ ആൽവിയോളാർ നെർവാണ്. ഇത് തുടങ്ങുന്നത് ലിംഗുല എന്ന ഭാഗത്ത് നിന്ന് മെന്റൽ ഫൊറാമൻ എന്ന ഒരു ഹോളിലേക്കാണ്. അപ്പോൾ അവിടെയും സ്ക്രൂ ഇടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സിജോയുടെ കേസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മിനി പ്ലേറ്റ്സ് ഇട്ടിരിക്കുന്നത് സേഫ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് എന്നത്. റിമൂവ് ചെയ്യേണ്ട പ്ലേറ്റ് ആണ് വായിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ആ പല്ലിന് ഇഷ്യൂ വരും. ആ പല്ല് അവിടെ നിന്ന് പോകും, അണപ്പല്ലെടുത്ത് കളയേണ്ടി വരും. അതിലേക്ക് എത്തിയാൽ മാത്രം അവിടെ ചെന്ന് എൻ്റെ അടുത്തൊരു സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ ആ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ വ്യക്തി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അണപ്പല്ലിൻ്റെ കാര്യം. ഈ എക്സ്റേയിൽ കാണുന്നത് പോലെയും നേരത്തെ പറഞ്ഞ പ്ലേറ്റ്സ് ഇടാനുള്ള സേഫ് പ്ലേസും വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് അവസാനത്തെ അണപ്പല്ലിനോട് ചേർന്ന എല്ലുകളിലാണ്. അങ്ങനെ വരുമ്പോൾ ആ പല്ലിന് എന്ത് സംഭവിക്കും എന്നത് വലിയൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഈ പ്ലേറ്റുകൾ ഓരോ കേസ് അനുസരിച്ച് 6 മാസം മുതൽ 1 ഇയർ വരെയൊക്കെയോ അതിൽ കൂടുതലോ വായിലിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ പ്ലേറ്റിനോട് ചേർന്ന് കിടക്കുന്ന പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ആ പല്ല് പറിച്ചു കളയണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതായത് ആ പല്ലിന് റെസ്റ്റോർ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഡാമേജ് ഉണ്ടെങ്കിൽ, ആ പല്ലിന് ചുറ്റുമുള്ള മോണ ദുർബലമായി ആ പല്ലിന് ആട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വേരുകൾ വരെയും ബാധിച്ച പോടുകൾ ആ പല്ലിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫ്രാക്ചർ സംഭവിച്ചപ്പോൾ തന്നെ ആ പല്ലിനും ഫ്രാക്ചർ ആയെങ്കിലൊക്കെയാണ് പറിച്ചു കളയേണ്ടത്. ഇവിടെ സിജോ എന്ന വ്യക്തി പറഞ്ഞതുപോലെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ പല്ലിന് ഈ പറഞ്ഞ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറിച്ചു കളയുകയും അല്ലാത്ത പക്ഷം ആ പല്ലിനെ അവിടെ നിലനിർത്താനും കഴിയുന്നതാണ്.